ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഗ്രാനി വണ്ണ കളിക്കാൻ പോകുന്നു. ഇന്നത്തെ സിവർ എസ്കേപ്പാണ്. നമുക്ക് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം പോയിട്ട് ചെയ്തിട്ടുള്ള ഇനി അടുത്ത എസ്കേപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ എന്തായാലും അത് ചെയ്യുന്നതായിരിക്കും. നമ്മൾ വീണ്ടും കട്ടുമെന്ന് എണീച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഫസ്റ്റ് ഗ്രാനി നടുള്ളതെന്ന് കണ്ടോ. ഈ ബാത്റൂമിൽ കാർക്കി ഉണ്ടാവും. എനിക്ക് അറിയാമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാൻ എപ്പോഴും ബാത്റൂമിൽ കയറി നോക്കലുണ്ട്. എന്താ അറിയുമോ, ചിലപ്പോൾ എന്തെങ്കിലും സാധനം ബാത്റൂമിൽ വെക്കാം. അതുകൊണ്ടാണ് എനിക്ക് ഞാൻ അത് നോക്കിയത്. അല്ലെങ്കിൽ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ കാർക്കി വെച്ചിട്ട് നമുക്ക് താലിപ്പിച്ച് തുറക്കണം. ആടുന്ന് വല്ലതും വെപ്പണിക്കോ മാസ്റ്റർക്കോ ഹാമറോ മറ്റേക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ബേർഡ് സീഡ്. നമുക്ക് നോക്കാം എന്തായിരിക്കും. എനിക്ക് ഒന്ന് ബേർഡ് സീഡ് ആയിരിക്കും. വെപ്പൺ കീ നല്ലല്ലേ. ഇനി വെപ്പൺ കീ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഗ്രാനിനെ ഫസ്റ്റ് നമുക്ക് പറ്റി ഗ്രാനിനെ നല്ലോണം പൂശ. ഗ്രാനി വരട്ട് എന്നിട്ട് നമുക്ക് അതിലൂടെ കറങ്ങിയിട്ട് മുകളിൽ പോവാം. അതാ ഗ്രാനി വരുന്നു. വരട്ട് ബേമ്പോ ഒരു മുകളിൽ കയറാം. നമുക്ക് കീഴിലോട്ട് പോയിട്ട് മുകളിൽ പോയിട്ട് ട്രയാങ്കുലേഴ്സറും ക്രോസ് ബോ എടുത്തിട്ട് ഗ്രാനിനെ സൂചി അടിക്കണം. ഇവിടെ എന്തല്ലേ, ഇവിടെ ഒന്നുമില്ല. ക്രോസ് ബോട്ട് ട്രയാങ്കുലേഴ്സർ എടുത്ത് ഇനി ഗ്രാനിനെ പോയിട്ട് എടുക്കണം. അതാ ഗ്രാനി ഇരുന്ന ചത്ത്. നമുക്കിനി ഈ സംഭവം എടുക്കണം. എല്ലാം പടയെന്ന് വെച്ചാൽ ചെയ്യണം. നമുക്ക് ഇനി സ്ക്രൂ ഡ്രൈവർ ഇട്ട് ഇനി ട്രയാങ്കുലേഴ്സറെല്ലാം താഴേക്ക് എടുത്തിട്ട് നമുക്ക് ഈ ബുക്ക് എടുക്കാം. ബുക്ക് എടുത്തിട്ട് നമുക്ക് മുകളിൽ പോയിട്ട് സ്പൈഡർക്ക് എടുക്കണം. നമ്മൾ സിവർ എസ്കേപ്പ് അല്ലേ ചെയ്യുന്നത്, അപ്പോൾ സ്പൈഡർക്ക് വേണം. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഈ ബുക്ക് കൊണ്ട് പോയിട്ട് വെച്ചാൽ മതി. ഈ സിവർ എസ്കേപ്പ് നമുക്ക് ചെയ്യണം. ഞാൻ ഡോർ എസ്കേപ്പ് എന്താണെന്ന് ചെയ്തപ്പോൾ കമൻറ്റിൽ ഒരാളിട്ടതാണ് സിവർ എസ്കേപ്പ് ചെയ്യാൻ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വേഗം എല്ലാ എസ്കേപ്പും ചെയ്ത് തീർത്തേക്കാം. നമുക്കിനി ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇവിടെ നിന്ന് എന്താ കിട്ടാൻ. ഇത് നല്ലത് കിട്ടിയാൽ മതി സിവർ എസ്കേപ്പ് ചെയ്യുന്നത്. സേഫ്റ്റി ഞാൻ വിചാരിച്ചു റെസ്റ്റ് ബോളിലൊക്കെ ആകുമ്പോഴത്തേക്കും സിവർ എസ്കേപ്പ് ചെയ്യുന്നത്. അതൊന്നുമില്ല. നമുക്ക് ചെയിൻ കട്ടർ ആണോ വുഡൻ സ്റ്റിക്ക് ആണോ റെസ്റ്റ് ബോൾ. ചെയിൻ കട്ടർ കിട്ടി, നല്ല തന്നെ. നമുക്ക് ഇതിൻ്റെ മുകളിലിടാം. ഒറ്റ കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ ഇടലും അതും പോവലും. ഞാൻ ഗ്രാനി എടുത്തു എന്നിട്ട് നമുക്ക് വട്ടം കറപ്പിക്കാം ഗ്രാനീനെ. അടുത്ത എന്ത് എസ്കേപ്പ് ആണോ, കാർ എസ്കേപ്പ് ആണെങ്കിൽ കാർ എസ്കേപ്പ് ആണ്. അല്ലെങ്കിൽ കാർ എസ്കേപ്പ് വേണ്ടാണ്ട് ചാപ്റ്റർ 2 ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ ചെയ്യുന്നതായിരിക്കും.
ഗ്രാനീനെ കാണുന്നില്ലല്ല. നമുക്ക് ഈ ചെയിൻ കട്ടർ അങ്ങ് എടുക്കാം. ഇവിടെ നല്ല മഴയാണ് ഗൈസ്. അഥവാ കേൾക്കുന്നില്ലെങ്കിൽ നല്ലോണം സൗണ്ട് ഇട്ടിട്ട് കേട്ടോ. ഗ്രാനി എണീച്ചിട്ടില്ല എന്നും തോന്നുന്നു. എണീച്ചില്ലെങ്കിൽ വേഗം വന്നേനും. ഗ്രാനി ഒന്ന് നമുക്കിനി കറങ്ങിയിട്ട് മുകളിൽ കയറാം. എന്നിട്ട് ഈ ചെയിൻ കട്ടർ അവിടെ ഇട്ടിട്ട് ക്രോസ് ബോ നമ്മൾ ട്രയാങ്കുലേഴ്സർ എടുത്തിട്ട് നമുക്ക് ഗ്രാനീനൊന്ന് വെടി വെക്കാം. ചത്ത്. ഇനി നമുക്ക് താഴെ പോയിട്ട് നമുക്ക് ഇവിടെ സ്പെഷ്യൽ കീ ഉള്ള റിമോട്ട് കൺട്രോളുള്ള സ്പെഷ്യൽ കീ. ഈ മീറ്റും കൂടി കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് മുകളിൽ പോയിട്ട് സ്പെഷ്യൽ കീ അവിടെ വെക്കാം. നമ്മളെ സ്പൈഡർ കീ ഇപ്പം വന്നിട്ടുണ്ടാവും. നമുക്ക് കുറച്ച് ഇതാ നമ്മളെ സ്പൈഡർ കീ കിട്ടി. നമുക്ക് നമ്മുടെ സ്പൈഡർ കീ ഇനി നമുക്ക് ചെയിൻ കട്ടർ കിട്ടി. ഇനി റോസ്റ്റി പാഡിലേക്ക് വുഡൻ സ്റ്റിക്കും. നമുക്ക് ഇതിലോട്ട് ചാടാം. ഇവിടെ ഒന്നുമില്ല. നമുക്ക് നേരെ പോയിട്ട് സ്പൈഡർ ഓടിപ്പോയി. ഇതാ നമ്മളെ ഹാമർ വെച്ചിട്ട് നല്ലത് കിട്ടിയാൽ മതിയേനു. നല്ലത് തന്നെ കിട്ടും. നോക്കാം നമുക്ക് എന്താ നല്ലത് കിട്ടുന്നത്. നമുക്ക് ഈ ഫ്രീസ് ട്രാപ്പ് വെച്ചിട്ട് നമുക്ക് ഗ്രാനിനെ കഷ്ണാക്കാൻ കഴിയും. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഗ്രാനി വരുന്നുണ്ടോ? ഇല്ല. വരുന്നു. നമുക്കിതിലൂടെ കുറഞ്ഞിട്ട് പോകാം. നമുക്കിന് മുകളിൽ കയറിയിട്ട് നമുക്ക് ഇഷ്ടിക കളക്കണം. അപ്പം അതിന് മുമ്പ് നമുക്ക് ക്രോസ് ബോൺ ട്രയാങ്കുലേഴ്സർ എടുത്തിട്ട് ഗ്രാനിനെ ഫസ്റ്റ് വെടി വെക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ്. എനിക്ക് ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയൂല. ഇനി നമുക്ക് ഈ ഹാമർ എടുത്തിട്ട് പഴയ കഷ്ണം മെല്ലെ ഇളക്കാം. ഇതിലോട്ട് പോവാം. ഇവിടെയില്ല. ഇവിടെ ഈ വുഡൻ സ്റ്റിക്കർ. അങ്ങനെ നമുക്ക് എസ്കേപ്പ് ആവേണ്ട 2 സാധനങ്ങൾ കിട്ടി. പിന്നെ ഒരേ ഒരു സംഭവം കൂടി കിട്ടുന്നുണ്ട്. അപ്പം ഈ റോസ്റ്റി പാളിലൊക്കെ എവിടെ ഉണ്ടായി നോക്കാം. റോസ്പ
ചിലപ്പം റോസ്റ്റ് പാടിലൊക്കെ ഒന്നും അറിയില്ല. കാക്കൻ്റെ കുട്ടിയിലാവട്ടോ. അപ്പോൾ ബേർഡ് സീഡ് നമ്മളെ സ്പൈഡറിൻ്റെ അടിയല്ലേ മീറ്റ് ഇവിടെ ഉണ്ട്. അവിടെ കിടക്കട്ടെ. നമ്മൾ എന്തായാലും ഈ റോസ്റ്റി പാടിലൊക്കെ എടുക്കാനായിട്ട് വരൂലേ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഫ്രീസ് ട്രാപ്പ് വെച്ചിട്ട് ഗ്രാനീനെ കഷ്ണാക്കുന്ന കാണിച്ചുതരാം. എല്ലാം പെട്ടെന്ന് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് വീഡിയോ നിർത്താം. ഇവിടെ ആയിരിക്കാം ബേർഡ് സീഡ് ഉണ്ടായിരുന്നു. ബേർഡ് സീഡ് ഇവിടെ തന്നെ. നമുക്ക് ചെറിയ ഓർമ്മയിലുണ്ട്. അതിന് റോസ്റ്റി പാടിലൊക്കെ തന്നെയാണോ എന്ന് ഉറപ്പില്ല. നോക്കാം നമുക്ക്. അതാ ഗ്രാനി ഗ്രാനീനെ വട്ടം കറക്കാം. ഗ്രാനി ഇപ്പുറത്തേലോട്ട് പോയി. എന്നാൽ നമുക്ക് ഇപ്പുറത്തേലോട്ട് പോവാം. അതല്ലേ ഒരു മര്യാദ. നമുക്ക് ഇനി ഫുഡ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് റോസ്റ്റി പാടിലൊക്കെ ഉറപ്പ് വരുത്തിക്കണം. ഗ്രാനിയുടെ ഇരട്ട്. ഇനി നമുക്ക് മുകളിൽ പോയിട്ട് ഈ കാക്കയ്ക്ക് ഫുഡ് ഇട്ട് കൊടുക്കണം. കാക്കൻ്റെ കൂട്ടിയിൽ റോസ്റ്റി പാടിലൊക്കെ തന്നെ. ഇനി നമുക്ക് ഈ റോസ്റ്റി പാടിലൊക്കെ എടുത്തിട്ട് പോകാം. അതിന് ഫ്രീസ് ട്രാപ്പ് എടുക്കാം. ഇനി നമുക്ക് ഈ ഫ്രീസ് ട്രാപ്പ് എടുക്കാം. റോസ്റ്റി പാടിലൊക്കെ കിട്ടിയിട്ട് നമുക്ക് ഇവിടെ ഒച്ചയാക്കി ഗ്രാനി ഇവിടെ. നമുക്ക് ഈ സാധനമെല്ലാം സിവറിലേക്കാണ്. എന്നിട്ട് വേണം നമുക്ക് എസ്കേപ്പ് ആകാൻ. ഗ്രാനി ഇങ്ങോട്ട് നമുക്ക് ഇനി വരുത്തിക്കണം. ഗ്രാനി വരട്ട്. വരുന്ന അതാ കഷ്ണായി. ഇടാൻ പറ്റിയ സ്പൈഡറിനെ മറ്റേ ഇട്ടടുത്ത് സ്പൈഡർ ഇപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഈ ഗ്രാനീൻ്റെ വെയിറ്റ് താങ്ങൂല. നമുക്ക് എല്ലാ സാധനവും അപ്പുറത്തേക്ക് ഇടണം. എന്നിട്ട് ഞാൻ അടുത്തത് എടുത്തിട്ട് പോകാം. വുഡൻ സ്റ്റിക്കും ചെയിൻ കട്ടർ. ഇനി നമുക്ക് ഈ ചെയിൻ കട്ടറും കൂടി അപ്പുറത്തേക്ക് ഇടണം. പോയി. ഇനി നമുക്ക് വുഡൻ സ്റ്റിക്ക് നമുക്ക് ഈ 5 ഡേയും പോലും പോകാണ്ട് എസ്കേപ്പ് ചെയ്യാൻ നോക്കാം. 1 ഡേയും പോലും പോകാണ്ട് എസ്കേപ്പ് ചെയ്യാൻ നോക്കാം. ഒരു 2-3 ഡേ പോയാൽ എന്നാലും പോകരുത്. നമുക്ക് പരമാവധി ശ്രദ്ധിക്കാം. ചെയിൻ കട്ടറും പോട്ട് ഫസ്റ്റ് നമുക്ക് വുഡൻ സ്റ്റിക്ക് സെറ്റാക്കാം. എന്നിട്ട് ചെയിൻ കട്ടർ, എന്നിട്ട് റോസ്റ്റി പാടിലേക്ക്. ഈ ചെയിൻ കട്ടർ പോകുന്നില്ലല്ലോ. പോകുന്നില്ല.
ഇത് പോകുന്നില്ല. പോയി. ഇനി റസ്റ്റി പാർലൊക്കെ നമുക്ക് എല്ലാം താല്പര്യം. ഇനി നമുക്ക് ഈ വുഡൻ സ്റ്റിക്ക് ഫസ്റ്റ് കൊണ്ടുപോകാം. അതായിരിക്കും നല്ലത്. അവിടെ പാർട്ട് ഓഫ് ഷോട്ട് ഉണ്ട്. എക്സ്പെരിമെൻ്റ് ഇല്ല. നമുക്ക് മെല്ലെ കൊണ്ടുപോകാം. സ്പൈഡറാണുണ്ട്. വരട്ട് ഇങ്ങോട്ട് വരട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പോകാം. നമുക്കിനി ഇവിടെ ഇതും കൂടി സെറ്റാക്കാം. ഇനി ഇവിടെ ഇല്ലല്ലോ സ്പൈഡർ. നമുക്ക് അപ്പുറത്തേലോട്ട് പോവാം. നമുക്ക് ഇതിലോട്ട് പോകാം. ഫസ്റ്റ് ഇവിടെ സ്പൈഡർ ആമിട്ടുണ്ടോ നോക്കണം. ആടുണ്ട്. നമുക്ക് ഇതിലോട്ട് പോവാം. ചെയിൻ കട്ടർ എടുക്കണം. ഈ ചെയിൻ കട്ടറും കൂടി അവിടെ സെറ്റാക്കണം. സ്പൈഡർ ഉണ്ടോ? ഉണ്ട്. എനിക്ക് തോന്നുന്ന സ്പൈഡർ നമ്മൾ പിടിക്കും. സ്പൈഡർ കണ്ടാൽ പിന്നെ പോയി. ഈ ഇടയ ഗ്യാപ്പ് ഇല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, സ്പൈഡർ കണ്ടാൽ നമ്മൾ പിടിക്കും. കണ്ട് പിടിച്ച്. ഇനി ഗ്രാനീനെ കൊല്ലാണ്ട് നമുക്ക് എങ്ങനെ ഇവിടെ നിന്ന് മുങ്ങണം. ഡേറ്റു സാരമില്ല, നമ്മൾ എന്തായാലും എസ്കേപ്പ് ആവും. നമുക്ക് ഈ ഗ്രാനീനെ ഫസ്റ്റ് കൊണ്ടുവരണം. അതായത് നമുക്ക് ഈ റൂമിലോട്ട് കറങ്ങിയിട്ട് വരാം. ഗ്രാനി എടുത്ത് ഇവിടെ തുറക്കാം. അതാ വരുന്ന. അല്ലാണ്ട് ഗ്രാനി കാണാണ്ട് പോയിക്കഴിഞ്ഞാൽ ഗ്രാനി ഷോർട്ട് കട്ട് അടിച്ച് തരും. നമുക്ക് ഇവിടെ വരുന്നു. വേഗം ചാടാം. മോന് നമ്മളെ ബുദ്ധിയുണ്ട. നമുക്കിലോട്ട് ചാടിയിട്ട് ഇവിടെ ചെയിൻ കട്ടർ അപ്പുറമുണ്ട്. നമുക്ക് ചെയിൻ കട്ടർ എടുത്തിട്ട് പോകാം. ഇവിടെ ഉണ്ട് അമ്മച്ചി ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല. അതാ സാരില്ല. നമുക്ക് ഇതിലോട്ടും പോവാം. അതുകൊണ്ട് ഭാഗ്യമുണ്ട്. നമുക്ക് ചെയിൻ കട്ടർ വെച്ച് തുറക്കാം. സ്പൈഡർ എവിടെയുണ്ടെന്ന് നോക്കാം. അതാ അതിലോട്ട് പോയി സ്പൈഡർ. നമുക്കൊന്ന് ഇതിലോട്ട് പോയി. ഞാൻ വിചാരിച്ച് ലിഫ്റ്റിൻ്റെ അവിടെ വെറുതെ നിൽക്കാനായിരിക്കും. എനിക്ക് തിരിച്ചു വരാനുള്ള പദ്ധതിയാ. തിരിച്ചു വരാൻ. അവിടെ നമുക്ക് നിന്ന സ്ഥിതിക്ക് വേഗം പോയേക്കാം. കണ്ട് നമ്മളെ അത് നമുക്ക് റസ്റ്റി പാർലൊക്കെ വെച്ച്
അത് മാത്രം ഉള്ളു. അതുകൂടി നമുക്ക് വേഗം സെറ്റാക്കാം. ഇത് നമുക്ക് ഈസിയാണ്. സ്പൈഡർ എവിടെയാണ് പോകുന്നതെന്ന് മാത്രം നമുക്കറിഞ്ഞാൽ മതി. ബാക്കിയെല്ലാം ഞാൻ സെറ്റാക്കിക്കോ. ഇനി നമ്മിപ്പോൾ അറിഞ്ഞില്ലേ സ്പൈഡർ അതിലോട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് നേരെ മുന്നോട്ട് കൊണ്ടിട്ട് പോകാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ തുറക്കാം. എസ്കേപ്പ് തുറക്ക. അടി 1 2 3 സ്റ്റാർട്ട്. നമുക്ക് ഇതും കൂടി ഷട്ടറും കൂടി തുറന്നിട്ട് നമുക്ക് നടന്നങ്ങ് പോകാം. അതാ കുണിയാത്ത ഗ്രാനി ഇപ്പോൾ കുണിഞ്ഞ് നല്ലുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോവുമായി വീണ്ടും വരാം.